ജർമ്മനി എന്തുകൊണ്ടാണ് 2026-ലും ടോപ്പ് ഡെസ്റ്റിനേഷൻ ആയിരിക്കുന്നതെന്ന് അറിയുമോ? നമുക്ക് നോക്കാം. ഹായ് എവ്രി വൺ, ദിസ് ഈസ് ഉമ വിവേക് ആൻഡ് വെൽക്കം ബാക്ക് ടു തിങ്മീസ് യൂട്യൂബ് ചാനൽ. ഒരുപാട് സാധ്യതകൾ ഓഫർ ചെയ്യുന്ന കൺട്രിയാണ് ജർമ്മനി. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഇൻ്റർനാഷണൽസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് പാത്വേസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനാണ്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാം. അതിൽ 2 ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസാണ് ജർമ്മനിയിലുള്ളത്, പബ്ലിക് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റും. അതിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫ്രീ എഡ്യൂക്കേഷനാണ് ഓഫർ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ട്യൂഷൻ ഫീസായിട്ട് പൈസയൊന്നും അടയ്ക്കേണ്ട. അതേസമയം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ട്യൂഷൻ ഫീ വരും. പക്ഷേ പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒട്ടും കോംപ്രമൈസ് ചെയ്യില്ല. അതേപോലെ തന്നെ എല്ലാം ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റീസ് ആണ്, ഹൈലി റെപ്യൂട്ടഡ് ആണ്. ഇനി കോഴ്സസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും ഇംഗ്ലീഷിൽ ടോട്ടാണ്. അതായത് 100% ഇംഗ്ലീഷ് ടോപ്പ് പ്രോഗ്രാംസ് ആണ്. ഇനി യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ഇൻഡസ്ട്രീസ് ആയിട്ട് സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നല്ലൊരു ജോബ് എക്സ്പോഷർ കിട്ടാനും, അതായത് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഒരു ജോബും കണ്ടുപിടിക്കാം. പിന്നെ നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, അതായത് നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോഴ്സ് ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IT ആണെങ്കിലും മാത്തമാറ്റിക്സ്, സയൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങി ഏത് സ്ട്രീമിലുള്ളവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോഴ്സ് ജർമ്മനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ജർമ്മൻ വിസ എന്ന് പറയുന്നത് സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും, അതേപോലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുക, അതിനുള്ള ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട്. അതേപോലെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും അതിലും ഒരുപാട് എക്സ്പെൻസ്, അതേപോലെ തന്നെ സ്റ്റെപ്പുകളും പ്രൊസീജിയേഴ്സും എല്ലാം വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ഏതാണ്, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സെക്കൻഡ് പാത്വേ എന്ന് പറയുന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ വൊക്കേഷണൽ ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയും. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി അല്ല, പകരം ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ വൊക്കേഷണൽ ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 3 ഇയർ ഡ്യൂറേഷൻ വരുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. മോസ്റ്റ്ലി 3 ഇയേഴ്സ് ആണ്, 1 ഇയർ വരുന്ന പ്രോഗ്രാംസും ഉണ്ട്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽസും ചെയ്തിട്ടാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയറി പഠിക്കുന്നത് നഴ്സിംഗ് സ്കൂളിലും അതിൻ്റെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജോബ് എക്സ്പീരിയൻസ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്ങിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു നഴ്സിംഗ് ഹോമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ ഒക്കെ ആയിരിക്കും. ഇനി മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് എന്ന രീതിയിൽ 1 lakh അബവ് സാലറി പോലെ കിട്ടും. സോ നിങ്ങൾക്ക് ഏൺ ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 ഇയർ വരെ ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. പിന്നെ ഇത് ജർമ്മൻ ടോപ്പ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി വേണ്ടി വരും. അത് ഏത് ലെവലാണെന്നുള്ളത് നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് ചൂസ് ചെയ്യുന്നതെന്നുള്ളത് അനുസരിച്ചിട്ടിരിക്കും. ഇനി ഹൗസ് ബിൽഡിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിലും എല്ലാ സ്ട്രീമിലുള്ള പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ഇപ്പോൾ നഴ്സിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി, പിന്നെ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ഒരുപാട് സ്ട്രീംസിലുള്ള പ്രോഗ്രാംസും ഹൗസ് ബിൽഡിങ്ങിൽ അവൈലബിൾ ആണ്. സോ നിങ്ങളിപ്പോൾ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ്, ഇപ്പോൾ ഒരു ഡിഗ്രി അല്ല, പകരം ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്തത് അവിടെ തന്നെ ഒരു 99% പ്ലേസ്ഡ് ആവും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ജർമ്മനിയിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു ജോബ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഈ ഹൗസ് ബിൽഡിംഗ് കിട്ടാനാണെങ്കിലും ഇതിലും ഒരുപാട് സ്റ്റെപ്പുകളും പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഏത് ലെവൽ ഓഫ് ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് പാത്വേ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്കിൽഡ് വർക്കറാണ്, നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ഒരു ഡിഗ്രി ഉണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ. ഇതൊരു 1 ഇയർ ഡ്യൂറേഷൻ വരുന്ന വിസയാണ്.
ഈ വിസയിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ 1 ഇയർ ലീഗലി സ്റ്റേ ചെയ്യാം, ലീഗലി നിന്നുകൊണ്ട് തന്നെ ജോബ് സെർച്ച് ചെയ്യാം. സോ ഇതൊരു ജോബ് സെർച്ച് വിസ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. സോ 1 ഇയർ നിങ്ങൾക്ക് ജർമ്മനിയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ജോബ് സെർച്ച് ചെയ്യും. വൺസ് നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാം. ഈ നിങ്ങളിപ്പോൾ സ്കിൽഡ് വർക്കറാണ്, അതേപോലെ നിങ്ങൾക്ക് ഒരു പഠിക്കാനല്ല, ഡിഗ്രി അല്ല, പകരം ഒരു ജോബ് കണ്ടുപിടിച്ച് സെറ്റിൽ ചെയ്യാനാണ്, മൈഗ്രേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്വേസ് ഓഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ വർക്കിംഗ് പോപ്പുലേഷൻ അത് ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ഒരുപാട് വേക്കൻസീസ് ആണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 8,50,000 ജോബ് ഓപ്പണിങ്സ് ആണ് നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളത്. ജർമ്മനിയിലെ വർക്കിംഗ് പോപ്പുലേഷൻ ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടുത്തെ സ്കിൽസ് അല്ലെങ്കിൽ വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള സ്കിൽഡ് പ്രൊഫഷണൽസോ അല്ലെങ്കിൽ ഫോറിനേഴ്സോ ഇല്ല. സോ അതുകൊണ്ടാണ് ജർമ്മനി ഇത്രയധികം പാത്വേസ് ഓഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ ജർമ്മനിയിലെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ 20 hours per week പാർട്ട് ടൈം ചെയ്യാം. ഇനി വെക്കേഷൻ ടൈം ആണെന്നുണ്ടെങ്കിൽ 40 hours അല്ലെങ്കിൽ ഫുൾ ടൈം അവർക്ക് ജോബ് ചെയ്യാം. ഇനി വൺസ് അവർ സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 1.5 year, അതായത് 1.5 വർഷത്തെ സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ട്. സോ ഈ ഒരു ടൈമിൽ അവർക്ക് അവിടെ നിന്നുകൊണ്ട് ജോബ് സെർച്ച് ചെയ്ത് വൺസ് അവർക്ക് ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാം. ഇനി മറ്റൊരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു ജർമ്മൻ ടോപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി മാൻഡേറ്ററി ആണ്. അതേപോലെ തന്നെ വൺസ് അവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫുൾ ടൈം ജോബ് കിട്ടും. ഇനി പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് 1 lakh above സ്റ്റൈപ്പൻഡ് പോലെ എല്ലാ മാസവും കിട്ടും. ഇനി ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വൺസ് ഡേ ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ 3 പാത്വേസിലാണെങ്കിലും വൺസ് അവർ ജോബ് എല്ലാം കിട്ടി സെറ്റിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ PR കിട്ടാനായിട്ട് വളരെ ഈസിയാണ്. അതേപോലെ തന്നെ ഇവർ ഈ വിസയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ ഫാമിലിനെ കൊണ്ടുപോകും, അതായത് ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ അവരുടെ സ്പൗസിന് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുൾ ടൈം ജോബും ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ജർമ്മനിയെ കുറിച്ച് ഓവറോൾ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.